ഹലോ, എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രാവിലെ ഞാൻ അടുക്കളയിലോട്ട് എണീറ്റ് വന്നത്. കാരണം എന്ന് വെച്ചാൽ അതിന് മൂക്കൊന്നും പോകണ്ട. അപ്പോൾ ധൃതി പിടിച്ച് എണീറ്റ് ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടൊക്കെ എണീക്കാമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങിപ്പോയി. 7:30 ഏകദേശം 7:30 ആയപ്പോഴത്തേക്കാണ് ഞാൻ അടുക്കളയിലോട്ട് എത്തിയത്. ഇന്ന് കാപ്പിക്ക് പുട്ടും പിന്നെ തലേദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയാണ് ഇന്ന് കഴിക്കുന്നത്. പിന്നെ പുട്ടിൻ്റെ മാവൊക്കെ നനച്ച് പുട്ട് വേകാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വെച്ചു. അപ്പോഴത്തേക്കും കുറച്ച് താറാവ് ഇറച്ചി ഒരു 2 ദിവസം മുന്നേ താറാവ് അതായത് വാത്തയുണ്ടല്ലോ, അത് വീട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇറച്ചി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ചട്ടിയിൽ പുറത്തടുപ്പിൽ വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വെജിറ്റബിൾ പുലാവാണ് ഇന്നുണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. ഏകദേശം അത് വെന്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അതിൻ്റെ മസാല ഇനി ചേർക്കണം. സാധാരണ മുളകും മല്ലിയും മഞ്ഞളും മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും കാണിക്കാത്തത്. ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത്, അതായത് അടുക്കള വശത്ത് ഒരു ചെറിയ റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ അവിടെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്ന് തുടങ്ങിയപ്പോൾ അവിടുത്തെ ബഹളവും കാര്യമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഇനി അവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല മരമൊക്കെ മുറിക്കുന്നതല്ലേ, അത്ര സേഫ് ആയിരിക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പുറത്തുനിന്ന് ചട്ടി അടുപ്പ് സ്റ്റൗവിലോട്ട് വെച്ച് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി മസാലയും കൂടെ ചേർത്താൽ മാത്രം മതി. പിന്നെ റൈസിനുള്ള വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്തെടുക്കണമുണ്ട്. മാത്രമല്ല എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ റൈസും ഈ ഒരു കറിയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇടാത്തത്. അതുമാത്രമല്ല ഞാൻ കുക്കിങ്ങൊക്കെ ഇപ്പോഴാണ് ശരിക്കും ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം എൻ്റെ വീട്ടിൽ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നത് എല്ലാ വീടുകളിലും പോലെ തന്നെ നമ്മുടെ അമ്മമാർ തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ കഴിക്കാൻ പോയിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള തന്നെയാണ് ഞാനും. ഇപ്പോൾ പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമൊക്കെ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം ഞാനും ശേനും മാത്രം വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ എല്ലാം ചെയ്യണമെന്ന് വെച്ചിട്ട് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ ഞാനും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തു തുടങ്ങിയത്. കാരണം സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഞാൻ നോക്കാറുള്ളൂ. നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ കുറച്ച് ഐഡിയയും കൂടെ ചേർത്തിട്ടൊക്കെ തന്നെയാണ് കുക്കിങ്ങൊക്കെ ചെയ്തു തുടങ്ങിയത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം ഞാൻ ഒരുവിധം പാചകമൊക്കെ പഠിച്ചു തുടങ്ങി എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ വേവിച്ച് കഴിഞ്ഞു. സ്പൈസസൊക്കെ ഇട്ടതിന് ശേഷം ആദ്യം ഞാൻ എണ്ണ മാത്രമാണ് ചേർത്തത്. പിന്നീട് ചോറ് അരിയൊക്കെ ഇട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് നെയ്യ് ചേർക്കാറുള്ളത്. ചില സമയങ്ങളിൽ നെയ്യും എണ്ണയും കൂടെ ചേർക്കാറുണ്ട്. ഇന്ന് ഞാൻ റൈസിന് ആദ്യം എണ്ണയാണ് ചേർത്ത് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റി എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ റൈസ് ചെയ്യുമ്പോഴത്തേക്കും തേങ്ങാപ്പാൽ ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ റൈസൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാം കഴിഞ്ഞു. കാരണം ഒരു 2-3 കറിയും ചോറൊക്കെ വയ്ക്കുന്നതിൻ്റെ പകുതി സമയം പോലും ആവത്തില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു റൈസും ഒരു കറിയും ഉണ്ടാക്കുന്നതിന് അല്ലേ. അപ്പോൾ ഉച്ചയൂണും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം റൈസിൻ്റെ കൂടെ സലാഡും പപ്പടവും ഡക്ക് കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ റൈസും ഈ ഒരു ഇറച്ചിക്കറിയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ ചാനൽ പുതുതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.